ഹായ്. വെൽക്കം ടു ആൽഫ ലേണിംഗ്. ഇറ്റ്സ് മീ സിദ്ദിഖ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള CBSE 10 മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഇതിൽ ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. ബോർഡ് എക്സാമിന് വന്നിട്ടുള്ളതും ഇനി വരാൻ പോകുന്നതും ആയിട്ടുള്ള ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് ബോർഡ് എക്സാമിന് നമ്മൾ പ്രതീക്ഷിച്ച സ്കോറിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫുൾ കിഡിലോ സ്കീ ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് പോകണം. അപ്പോഴാണ് നമുക്ക് ബോർഡ് എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എന്നാ പിടിച്ചോ, ഫസ്റ്റ് ഒരു കിഡിലൻ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2-digit number is obtained by either multiplying the sum of the digits by 8 and then subtracting 5 by multiplying the difference of digit by 16 and then adding 3. Find the number. So ഒരു 2-digit നമ്പറിനെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ലെറ്റ് 2-digit നമ്പർ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ് ടെൻസ് പ്ലേസ് ഡിജിറ്റ് ഉണ്ടാവും അല്ലെ. ഒരു 2-digit നമ്പർ ആണ്. ഇപ്പൊ 26 ഒരു 2-digit നമ്പറാ. അതിൽ 2 എന്ന് പറഞ്ഞാൽ ടെൻസ് പ്ലേസും 6 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പ്ലേസും ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടെൻസ് പ്ലേസ് ഡിജിറ്റിനെ അല്ലെങ്കിൽ ടെൻസ് ഡിജിറ്റിനെ സാർ എന്ത് ചെയ്യാണ്, എക്സ് ആക്കിയിട്ട് കൺസിഡർ ചെയ്തു ഈക്വൽ ടു എൻസ്. യൂണിറ്റ്സ് ഡിജിറ്റ്സിനെ എന്താക്കിയിട്ട് കൺസിഡർ ചെയ്യാം, നമുക്ക് വൈ ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എക്സും വൈയും കൺസിഡർ ചെയ്തു. ഇനി നിങ്ങൾക്ക് അറിയാം 2-digit നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ 10x പ്ലസ് വൈ എന്നാണ് കൺസിഡർ ചെയ്യുക. 10x പ്ലസ് വൈ. സോ 2-digit നമ്പർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ, രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 2-digit നമ്പർ ഒബ്റ്റെയിൻ ചെയ്യും എപ്പോഴൊക്കെ, either multiplying the sum of the digits by 8. So either multiplying by the sum of the digits. So sum of the digits എന്ന് പറഞ്ഞാൽ x plus 18 ആണ്. ഇതിനെ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മാത്രമല്ല then subtracting 5 സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് ഇവിടെ മനസ്സിലായി. 10x plus y equal to 8 into x plus y ആണ്. then അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ദ 2-digit നമ്പർ തന്നെ പറഞ്ഞിട്ടുള്ളത് 10x plus y. അതെങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാ, the difference of digits by 16 and then adding 3 by multiplying the difference of digits. Difference of digit എന്ന് പറഞ്ഞാൽ x minus y ആണ്. Multiplying 16 adding 3. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. 10x plus y equal to 8x plus 8y minus 5. then അറേഞ്ച് ചെയ്യാം. 10x minus 8x plus y minus 8y equal to minus 5. So 10x minus 8x 2x plus y minus 8y minus 7y equal to minus 5. So ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ചെയ്യാം. 10x plus y equal to 16x minus 16y plus 3. So 10x minus 16x, 10x minus 16x plus y minus 16y plus സോ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം ഈ മൈനസ് 16y ഇവിടെ വന്നാൽ പ്ലസ് 16y ആയിരിക്കും ഈക്വൽ ടു 3. സോ 10x 16x മൈനസ് ചെയ്താൽ മൈനസ് 6x y പ്ലസ് 17y ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ സെക്കൻഡ് ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് സോൾവ് ചെയ്യാം. സോ രണ്ട് ഇക്വേഷനും നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ ഇവിടെ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. 2x minus 7y equal to 5 minus 5. Then second equation minus 6x plus 17y equal to 3.
സോ ഇതെന്ത് ചെയ്യണം നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ 6 കൊണ്ട് എല്ലാത്തിനും ഇൻറ്റു ചെയ്താൽ ഇവിടെ എന്താവും 6 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഇക്വേഷന് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ് സെക്കൻഡ് 6 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. അപ്പൊ അതെന്താവും 2 × 6 12x 6 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ട 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. നമുക്ക് എക്സിന്റെ വേരിയബിൾ സെയിം ആക്കാം. അപ്പൊ ഇൻറ്റു 3 ചെയ്യാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ 2 × 3 6x മൈനസ് 7 × 3 21y ഈക്വൽ ടു -15 എന്ന് വരും. സോ ഇതിന്റെ താഴെ -6x + 17y ഈക്വൽ ടു 3. നിങ്ങൾ നോക്കണേ, 6ന്റെ സൈന് 6x, രണ്ടാമത്തെ ഇക്വേഷനിൽ -6x ആണ്. അപ്പോൾ എലിമിനേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ 6x + -6x 0. ഇനി -71 പ്ലസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ -4 ആയിരിക്കും. -4y ഈക്വൽ ടു -15 + 3 -12 എന്ന് കിട്ടും. സോ y ഈക്വൽ ടു -12/-4 ഈക്വൽ ടു 3 എന്ന് കിട്ടി. സോ y ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഏതെങ്കിലും ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റത്തെ ഇക്വേഷനിൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 2x - 7 × 3 ഈക്വൽ ടു -5. Then 2x ഈക്വൽ ടു -21 ഈക്വൽ ടു -5. Then 2x ഈക്വൽ ടു -5 + 21 ഈക്വൽ ടു എന്താ വരിക? 5ഉം 21ഉം വരികയാണെന്നുണ്ടെങ്കിൽ 16 എന്ന് വരും അല്ലെ. 16. സോ x ഈക്വൽ ടു 16/2 8. അപ്പൊ x ഈക്വൽ ടു എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. Therefore നമ്മളെ നമ്പർ ഏതാടാ? 83. x 8ഉം y 3ഉം ആണ്. സോ 83 ആണ്. 83 ആണ്. അപ്പൊ ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ദെൻ ഇതുപോലെയുള്ളൊരു ഒരേ സെയിം പാറ്റേണിലാണ് സാർ എന്ത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ. The sum of the digits of a 2-digit number is 13. If the number is subtracted from the one obtained by interchanging the digits, the result is 45. What is the number? So the sum of the digits നമുക്കറിയാം. ഫസ്റ്റ് എന്ത് ചെയ്യും? ടെൻസ് പ്ലേസ് ഡിജിറ്റ് എന്താണ്? ലെറ്റ് ടെൻസ് പ്ലേസ് ഡിജിറ്റ് ബി ഡിജിറ്റ്സ് ബി എക്സും ദെൻ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് ബി യൂണിറ്റ്സ് പ്ലേസ് ഡിജിറ്റ് ബി y. So അതുകൊണ്ട് തന്നെ the sum of the digits of a 2-digit number. So sum of the digits of a 2-digit number means x + y ഈക്വൽ ടു 13. ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ ഫോം ആയി സിമ്പിൾ ആയിട്ട്. Then if the number is subtracted from one obtained by interchanging the digits, the result is 45. ശ്രദ്ധിക്കണേ, the number is subtracted from. If the number is subtracted from the one obtained by interchanging, നമ്മൾ ഈ നമ്പറിനെ ഇന്റർചേഞ്ച് ചെയ്തിട്ട് അതിൽ നിന്ന് ഈ സെയിം നമ്പർ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ 45 കിട്ടുന്ന പറഞ്ഞു. സോ നമ്മളെ നമ്പർ എന്തായിരുന്നു? നമ്പർ 10x + y ആണ് അല്ലെ. ഒരു 2-digit നമ്പർ പറഞ്ഞാൽ 10x + y ആണ്. ഇത് ഈ 10x + y നെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ, ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 10y + x ആകും. ഇതിൽ നിന്ന് നമ്മളെ നമ്പർ, അതായത് 10x + y മൈനസ് ചെയ്താൽ 45 ആണ് കിട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 45. സോ ഇത് എഴുതാനാണ് നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടത്. ഇനി 10y - y 9y. ശ്രദ്ധിക്കണേ, മൈനസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ഇടണം? ബോക്സ് വരക്കണം, അതായത് ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. 10y - y 9y. x - 10x -10x -9x ഈക്വൽ ടു 45. സോ 9 കൊണ്ട് കട്ട് ചെയ്താൽ y - x ഈക്വൽ ടു 45നെ 9 കൊണ്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 എന്ന് കിട്ടും അല്ലെ. സോ സെക്കൻഡ് ഇക്വേഷന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, -x + y ഈക്വൽ ടു 5 എന്ന് എഴുതാം. -x + y ഈക്വൽ ടു 5. -x + y ഈക്വൽ ടു 5. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? x + y ഈക്വൽ ടു 30. അപ്പൊ നമുക്ക് x കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ x ഇതാവുമ്പോൾ x ആഡ് ചെയ്യുമ്പോൾ y കിട്ടാൻ ആഡ് ചെയ്താൽ മതി. -x + x 0, y + y 2y ഈക്വൽ ടു എന്ത് കിട്ടും? 18 കിട്ടും. ദെൻ y ഈക്വൽ ടു 18/2 9. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സെക്കൻഡ് സാറ് ഫസ്റ്റ് സെക്കൻഡ് സബ്ട്രാക്ട് ചെയ്യുകയാണ്. x - x 2x ഈക്വൽ ടു 13 - 5 എന്ന് ചെയ്താൽ നമുക്ക് 8 എന്ന് കിട്ടും അല്ലെ.
13 മൈനസ് 5 8 ആയിരിക്കും കിട്ടുക. ദെൻ എക്സ് ഈക്വൽ 8/2 4. സോ ആൻസർ എന്താ വരുന്നത്? എക്സ് 4ഉം y 9 ആണ്. സോ ദ നമ്പർ ഈസ്, നമ്മളെ നമ്പർ ഏതാ? നമ്പർ ഈസ് 49 ആണ് വരുന്നത്. നമ്പർ ഏതാ? 49 ആണ് നമ്പർ വരുന്നത്. സോ ആൻസർ എന്താ വരുന്നത്? 49. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഇഫ് ട്വൈസ് ദ സൺസ് ഏജ് ഇൻ ഇയേഴ്സ് ഈസ് ആഡഡ് ടു ഫാദേഴ്സ് ഏജ്, the sum is 70. But if twice the father's age is added to son's age, the sum is 95. Find the age of father and son. അപ്പൊ നമുക്ക് ലെറ്റ് ഒന്ന് നോക്കാല്ല. ഫസ്റ്റ് എന്ത് ചെയ്യാ? ലെറ്റ് ദ ഏജ് ഓഫ് ഫാദർ ബി എക്സ് ഇയേഴ്സ്. Then the age of son be y years. അപ്പോ എക്സ് ഇയേഴ്സ് ഏജ് ഫാദറും വൈ ഇയേഴ്സ് ഏജ് കൺസിഡർ ചെയ്തു. നെക്സ്റ്റ്, ഇഫ് ദ ട്വൈസ് ദ സൺസ് ഏജ് ഇൻ ഇയേഴ്സ് ഈസ് ആഡഡ് ടു ഫാദേഴ്സ് ഏജ്, സണ്ണിന്റെ ഏജിനോടിന്റെ ഡബിളിനോട് ട്വൈസിനോട് ഫാദറിന്റെ ഏജ് ആഡ് ചെയ്തപ്പോൾ 70 കിട്ടി. സോ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 70 എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ. നേരെ ഉൾട്ടായിട്ട്, ബട്ട് ഇഫ് ട്വൈസ് ദ ഫാദേഴ്സ് ഏജ് 2x പ്ലസ് y സൺസ് ഏജ് ഈക്വൽ 95, ഇതാണ് സെക്കൻഡ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഇക്വേഷനെ, ഫസ്റ്റ് ഇക്വേഷനെ സാറ് 2 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 2x പ്ലസ് 4y ഈക്വൽ ടു 140 എന്നാവും. ഇനി എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 95. സോ 2x 4y minus y 3y equal to 140 minus 95 45. Then y equal to 45 by 3 equal to 15. So y equal to 15 കിട്ടി. ഏതെങ്കിലും ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ x plus 2 into 15 equal to 70. Then x equal to 70 minus 30 എന്ന് വരും. സോ x equal to 40 years. അപ്പൊ നമുക്ക് മനസ്സിലായി ഫാദർ അല്ലെ, ഏജ് ഓഫ് ഫാദർ എന്ത് കിട്ടി? ഏജ് ഓഫ് ഫാദർ 40 ഇയേഴ്സും ദെൻ ഏജ് ഓഫ് സൺ എന്താ? 15 ഇയേഴ്സും. സെറ്റ് അല്ലേ? ഏജ് ഓഫ് സൺ എന്ത് കിട്ടിയിട്ടുണ്ട്? 15 ഇയേഴ്സും ഏജ് ഓഫ് ഫാദർ 40 ഇയേഴ്സും ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അതാണ് ഫാദറും സണ്ണും. ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? ദ ഫാദേഴ്സ് ഏജ് ഈസ് 3 times ദ സം ഓഫ് ദ ഏജസ് ഓഫ് ഹിസ് 2 ചിൽഡ്രൻ. ഇതൊരു കിടിലം ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ 5 years ഹിസ് ഏജ് വിൽ ബി 2 times ദ സം ഓഫ് ദെയർ ഏജസ്. ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് ദ ഫാദർ. ഫാദറിന്റെ പ്രസന്റ് ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ലെറ്റ് ദ ഏജ് ഓഫ് ഫാദർ ബി എക്സ് എടുക്കാം. ഏജ് ഓഫ് ഫാദർ ബി എക്സ് ഇയേഴ്സ്. ദെൻ ഇവിടെ ഒരു കാര്യം തന്നിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ കുറച്ച് ലൂപ്സ് ഉണ്ട്. അതായത് സം ഓഫ് ദ ഏജസ് ഓഫ് ഹിസ് 2 ചിൽഡ്രൻ എന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് അതന്നെ എടുക്കണം. ലെറ്റ് ദ സം ഓഫ് ഏജസ് ഓഫ് 2 ചിൽഡ്രൻ അതാണ് y years ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു കാര്യം നോക്കുക. ദ ഫാദേഴ്സ് ഏജ് ഈസ് 3 times ഓഫ് സം ഓഫ് ഹിസ് ചിൽഡ്രൻ. ഫാദേഴ്സ് ഏജ് എക്സ് ആണ്, അതെന്താണ്? ചിൽഡ്രന്റെ 3y ആണ്. ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷൻ. ഇത് എഴുതാൻ പറ്റണം. ഇനി ആഫ്റ്റർ 5 years, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആഫ്റ്റർ 5 years കഴിഞ്ഞാലുള്ള കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം. ആഫ്റ്റർ 5 years ആവുമ്പോ എക്സിന് എന്ത് ചെയ്യും? +5 ആവും. 5 year കൂടുമല്ലോ. ബട്ട് ഇപ്പുറത്ത് നോക്കുക, വൈക്ക് നമ്മൾ എന്ത് ചെയ്യും? 5 years എന്ന് എഴുതി വെക്കും. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാം? മിസ്റ്റേക്ക് വരിക. ശ്രദ്ധിക്കണേ, y എന്ന് പറഞ്ഞ സം ഓഫ് 2 ചിൽഡ്രൻ ആണ്. സോ
2 ചിൽഡ്രൻ ആകുമ്പോൾ രണ്ടാൾക്കും 5 എന്താവും കൂടും അല്ലെ. 5 ഇയേഴ്സ് കഴിയുമ്പോൾ ഒരാൾക്ക് മാത്രമല്ലല്ലോ 5 ഏജ് കൂടുക, രണ്ടാൾക്കും കൂടും. അപ്പൊ 5 + 5 10, രണ്ടാൾക്കും 5 കൂടിയ 10 കൂടുക. ഇനി കണ്ടീഷൻ വായിക്കാം. ആഫ്റ്റർ 5 ഇയേഴ്സ് ഹിസ് ഏജ് വിൽ ബി 2 ടൈംസ് ദ സം ഓഫ് ഏജസ്. അപ്പൊ 2 ടൈംസ്, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ x+5 = 2y + 20. then x - 2y = 5 ഇവിടെ എന്നാൽ 15 എന്ന് കിട്ടും. 20 - 5 15. അപ്പൊ ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നോക്കുക, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സിന്റെ അവിടെ 3y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 3y - 2y = 15 എന്ന് കിട്ടും. സോ y = 15. y = എന്താ കിട്ടുന്നത്? 15 കിട്ടും. അപ്പൊ x എന്താ? x = 3 × 15. 3 × 15 means 45. സോ ഫാദറിന്റെ ഏജ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഫാദേഴ്സ് ഏജ് 45 ഇയേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. 45 ഇയേഴ്സ്. ഫാദേഴ്സ് ഏജ് എന്താണ്? 45 ഇയേഴ്സ്. അതാണ് ഇവിടെ നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുക, ഇതുപോലത്തെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ദ പ്രസന്റ് ഏജ് ഓഫ് a father is 3 years more than 3 times the age of his son. 3 years hence the father's age will be 10 years more than twice the age of the son. Determine their present age. സാധാ പോലെ നമുക്ക് എന്ത് ചെയ്യാം? let father's age be x എടുക്കാം. father's age be x yearsഉം son's age be y years കൺസിഡർ ചെയ്യാം. ദെൻ ഫസ്റ്റ് കണ്ടീഷൻ, ദ പ്രസന്റ് ഏജ് ഓഫ്, നമ്മൾ എടുക്കുന്നതൊക്കെ പ്രസന്റ് ഏജ് ആണ്. ദ പ്രസന്റ് ഏജ് ഓഫ് ഫാദറും പ്രസന്റ് ഏജ് ഓഫ് സണ്ണും ആണ് നമ്മൾ പറയുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞൊക്കെ പ്രസന്റ് ഏജ് ആണ്. അതുകൊണ്ട് എക്സും വൈ ഒക്കെ പ്രസന്റ് ഏജ് തന്നെയാണ് എല്ലാ കണ്ടീഷനിലും നമ്മൾ എടുക്കുന്നത്. പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ഈസ് 3 years മോർ ദാൻ 3 ടൈംസ്. ശ്രദ്ധിച്ചോ, പ്രസന്റ് ഇയേഴ്സ് ഓഫ് ഫാദർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അത് 3 ടൈംസ് മോർ ദാൻ 3 years മോർ ദാൻ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആദ്യം 3y + 3 എന്നാണ്. 3 ടൈംസ് മോർ ദാൻ 3. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ x - 3y = 3 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. സെക്കൻഡ് കണ്ടീഷൻ, ഫാദേഴ്സ് ഹെൻസ് 3 years ഹെൻസ് എന്നാ പറഞ്ഞത്. 3 years ഹെൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ? 3 years ഹെൻസ് എന്ന് പറയുമ്പോൾ എക്സിന് എന്താവും? 3 കൂടും. അതുപോലെ വൈക്കും 3 കൂടും. അത് ആദ്യം തന്നെ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് കണ്ടീഷൻ എഴുതുക. ഫാദേഴ്സ് ഏജ് വിൽ ബി 10 years മോർ ദാൻ ട്വൈസ് ദ ഏജ്. ട്വൈസ് ചെയ്യുക, എന്നിട്ട് അതിനോട് 10 years മോർ ദാൻ. ഇത് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതായത് ഫാദേഴ്സ് ഏജ് വിൽ ബി 10 years മോർ ദാൻ. അപ്പൊ എന്ത് ചെയ്യുക? 10 years മോർ ദാൻ ട്വൈസ്. അപ്പൊ ആദ്യം ട്വൈസ് ചെയ്യുക പ്ലസ് 10 ചെയ്യുക. ഇനി x + 3 = 2y + 6 + 10. സോ x + 3 = 2y + 16 ആണ്. ഇനി x - 2y = 13 എന്ന് കിട്ടും. ഇതാണ് എന്ത്? സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? x - 3y = 3ഉം സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് x - 2y = 13 ആയിരുന്നു. ഇതായിരുന്നു ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഇത് സെക്കൻഡ് ഇക്വേഷൻ ആണ്, ഇത് ഫസ്റ്റ് ഇക്വേഷനാണ്. നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനെ മൈനസ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കിട്ടുക? എക്സ് എക്സ് പോയി -2y - 3y ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ -2y -3y മൈനസ് ചെയ്താൽ -2y മൈനസ് പ്ലസ് ആയി. 13 - 3 10 ആയി. സോ y = 10 ആണ് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കിട്ടുന്നുണ്ടാവുക. y = 10. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഏതിലോട്ടെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ സാർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ x - 3 × 10 = 3. സോ x = എന്തായിരിക്കും? 33 ആയിരിക്കും കിട്ടുക. ഈ 30 അവിടെ പോയാൽ +3. സോ ഫാദേഴ്സ് ഏജ് എന്തായിരിക്കും? ഫാദേഴ്സ് ഏജ് 33. ഫാദേഴ്സ് ഏജ് 33. ദെൻ
ആരെ ഏജ് ആയിരുന്നു? ഫാദേഴ്സ് ഏജ് 33. ദെൻ ആരായിരുന്നു? സൺസ് ഏജ് അല്ലെ? ആരായിരുന്നു? സൺസ് ഏജ് 10. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ശരിയാണോ എന്നുള്ളത്. ഇവിടെ കണ്ടോ, പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ഏജ്. ഇപ്പൊ പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ 13 ആണ്. അത് എന്ന് പറഞ്ഞത് 3 years മോർ ദാൻ 3 ടൈംസ് ഓഫ് ഏജ്. ശരിയാണോ? പ്രസന്റ് ഏജ് എന്താണ്? 33 ആണ് ഫാദറിന്റെ. ഒന്ന് നമുക്ക് റീചെക്ക് ചെയ്യാം എല്ലതും. അത് പറഞ്ഞ് സണ്ണിന്റെ ഏജിന്റെ 3 ടൈംസിനോട് 3 കൂട്ടിയതാണെന്നാ. സണ്ണിന്റെ ഏജ് എത്ര? 10 ആണ്. അതിന്റെ 3 ടൈംസ് പറഞ്ഞാൽ എന്താ? 3 into 10 പ്ലസ് 3. ശരിയാണോ? ആണ്. 3 into 10 30 plus 3 33 ശരിയാവുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഇതില് വരുന്ന കാര്യങ്ങൾ. യെസ്. ഇനി നമുക്കൊരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. ഇതാണ്. എ ലാബ് അസിസ്റ്റന്റ് ഹാസ് എ സൊല്യൂഷൻ ഓഫ് 50% ആസിഡ് ആൻഡ് അതർ വിച്ച് ഹാസ് 25% ഓഫ് ആസിഡ്. ഹൗ മച്ച് ഓഫ് ഈച്ച് ഷുഡ് ബി മിക്സ്ഡ് ടു മേക്ക് 10 liters ഓഫ് എ 40% ഓഫ് ആസിഡ് സൊല്യൂഷൻ. ഫസ്റ്റ് ഇത് വായിക്കുമ്പോൾ നമ്മളെ കിളി ഫുള്ള് പാറും. നക്ഷത്രം ഇങ്ങനെ പാറുന്നുണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് ചുറ്റും അറൗണ്ട് എന്തുണ്ടാവും? ഇങ്ങനെ കിളി പാറുന്നുണ്ടാവും. എന്താണ് ഈ ക്വസ്റ്റ്യൻ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഒന്ന് വായിച്ചിട്ട് കറക്റ്റ് എന്ത് ചെയ്യാ? ഒന്ന് ഷെഡ്യൂൾ ചെയ്താല് നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടും. എ ലാബ് അസിസ്റ്റന്റ് ഹാസ് എ സൊല്യൂഷൻ ഓഫ് 50% ആസിഡ്. ലാബ് അസിസ്റ്റന്റിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനിൽ ഇതാണ് സൊല്യൂഷൻ. 50% ആസിഡ് ആണ്. ബാക്കി എന്തൊക്കെയോ ഉണ്ട് അതില്. അടുത്തതോ അതർ വിച്ച് ഹാസ്, വേറൊരു സൊല്യൂഷനും കൂടി ഉണ്ട്. ആ സൊല്യൂഷനിൽ വേറെ സൊല്യൂഷൻ ഉണ്ട്. അതിൽ 25% ആണ് ആസിഡ്. ബാക്കി 75% എന്തോ ഉണ്ട്. ഈ ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? നോക്കി വെക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയില്ല. നമ്മളോട് പറഞ്ഞ എന്താണ്? ഹൗ മച്ച് ഓഫ് ഈച്ച് ഷുഡ് ബി മിക്സ്ഡ് ടു മേക്ക് 10 liters ഓഫ് 40% ആസിഡ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് 10 liters ഉണ്ടാക്കണം. അപ്പൊ ഇതിന്റെ എത്ര യൂസ് ചെയ്യണം നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ഫസ്റ്റത്തെ ആസിഡ്, അതായത് എന്താ, ലെറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദ സൊല്യൂഷൻ അല്ലെങ്കിൽ വോളിയം എടുക്കാം. ഫസ്റ്റത്തിന്റെ എത്ര അളവ് വേണം നമുക്കറിയില്ല. അതുകൊണ്ട് ദ വോളിയം ഓഫ് 50% ആസിഡ് സൊല്യൂഷൻ. 50% ആസിഡ് സൊല്യൂഷന്റെ വോളിയം എത്ര ലിറ്റേഴ്സ് എടുക്കണം? നമുക്ക് 10 liters ഉണ്ടാക്കണം. അപ്പൊ ഇതിന് എത്ര ലിറ്റേഴ്സ് എടുക്കണം അറിയില്ല. അതുകൊണ്ട് നമ്മൾ എക്സ് ലിറ്റേഴ്സ് എന്നെടുത്തു. എത്ര? എക്സ് ലിറ്റർ. അപ്പൊ ഇത് എക്സ് ലിറ്ററും ഇത് വൈ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ദ വോളിയം ഓഫ് 25% ആസിഡ് സൊല്യൂഷൻ. അടുത്ത 25% ആസിഡ് സൊല്യൂഷൻ എത്ര ലിറ്റർ എടുക്കണം? വൈ ലിറ്റർ. ഇതാണ് ആദ്യം. അതായത് ഒരു കെമിസ്റ്റിന്റെ കയ്യിൽ അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റിന്റെ കയ്യിൽ എന്തുണ്ട്? രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. ഫസ്റ്റത്തെ സൊല്യൂഷനിൽ 50% ആസിഡും രണ്ടാമത്തെ സൊല്യൂഷനിൽ, രണ്ടാമത്തെ ബോട്ടിൽ എന്താ? 25% ആസിഡും ആണ്. ഇത് രണ്ടും പാടെ ആഡ് ചെയ്താൽ എത്ര ആഡ് ചെയ്യണം നമുക്കറിയില്ല. ഇതിൽ നിന്ന് രണ്ടൊന്നും കുറേശ്ശെ ആഡ് ചെയ്തിട്ട് 10 liters ഉണ്ടാക്കണം. അത് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇത് എത്ര ആഡ് ചെയ്യണം എന്ന് അറിയാത്തതുകൊണ്ടാണ് അതിന് എക്സും അടുത്തത് വൈ എന്ന് നമ്മൾ കൺസിഡർ ചെയ്ത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, ഇവിടെ എക്സ് ലിറ്റേഴ്സും ഫസ്റ്റ് ഇത് എക്സ് ലിറ്റേഴ്സും വൈ ലിറ്റേഴ്സും. അപ്പൊ ഇത് ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. എക്സ് ലിറ്റേഴ്സും വൈ ലിറ്റേഴ്സും ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ എത്ര ലിറ്റർ കിട്ടേണ്ടി? 10 ലിറ്റർ ആണ് കിട്ടേണ്ടത്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് കണ്ടീഷൻ നമുക്കറിയാം, 50% ഓഫ് എക്സും 50% ഓഫ് എക്സും 25% ഓഫ് വൈ. അപ്പൊ ഇതിൽ രണ്ടത്തെ ആസിഡിന്റെ പെർസെന്റേജ് പറഞ്ഞാൽ ഫസ്റ്റത്തിൽ 50% ഓഫ് എക്സും സെക്കൻഡത്തിൽ 25% ഓഫ് വൈയും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷനിൽ, നമുക്ക് ഒട്ടുന്ന സൊല്യൂഷൻ പറഞ്ഞാൽ 10 ലിറ്ററാ അല്ലെ? 10 ലിറ്ററിൽ എത്ര ആസിഡ് വേണം? 40%. അപ്പൊ 40% ഓഫ് 10 ആവണം. അപ്പൊ ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് എങ്ങനെ ഇതാ? 50% എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതാ? 50/100 ആണ് 50%. അപ്പൊ 50% ഓഫ് എക്സ് പ്ലസ് 25% ഓഫ് വൈ ഈക്വൽ ടു 40% ഓഫ് 10.
എന്ത് ചെയ്യാം, ഒന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നുണ്ടാവുക, 50x പ്ലസ് 25y, താഴെ കോമൺ ആയിട്ട് 100 വരും. ഇനി ഈക്വൽ ടു 400/100. നമുക്ക് എല്ലാ 100ഉം കട്ട് ചെയ്യാം. അപ്പൊ 50x പ്ലസ് 25y ഈക്വൽ ടു 400. ദെൻ എല്ലാത്തിനും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 25 കൊണ്ട് കട്ട് ചെയ്യാം അല്ലെ. 25 കൊണ്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50ൽ 2x പ്ലസ് y, 400ൽ എത്ര 25 ആ, 100ൽ 4 ആണ്. അപ്പൊ 400ൽ 4 ആണെങ്കിൽ 400ൽ 16 ഉണ്ടാവും, 16. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ ഇതിന്റെ അടുത്തോട്ട് എഴുതാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. രണ്ടും സോൾവ് ചെയ്യാം. മൈനസ് ചെയ്താൽ 2x മൈനസ് എക്സ്, എക്സ് ഈക്വൽ ടു 16 മൈനസ് 10, 6. ഇപ്പൊ എക്സ് 6 ലിറ്റേഴ്സ് ആണ്. നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 ആണെങ്കിൽ വൈ ഈക്വൽ ടു 10 മൈനസ് 6. 10 മൈനസ് 6 എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, 10 മൈനസ് 6 എന്ന് പറഞ്ഞാല് 10 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എന്താ, 4. അപ്പോ ഇവിടെ ഒരു കാര്യം മനസ്സിലായി. എന്താണ്, 50%ന്റെ എത്ര എടുക്കണം, വോളിയം ഓഫ് 50% ആസിഡ് സൊല്യൂഷൻ, 50% ഓഫ് ആസിഡ് സൊല്യൂഷൻ എത്ര എടുക്കണം, അതാണ് 6 ലിറ്റേഴ്സ് എടുക്കണം. അതുപോലെ വോളിയം ഓഫ് 25% ഓഫ് ആസിഡ് സൊല്യൂഷൻ എന്തെടുക്കണം, ദെൻ 4 ലിറ്റേഴ്സും എടുക്കണം. അപ്പോഴാണ് ഇതെന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് 40% ആയിട്ട് കിട്ടുക. ഇതൊരു അടിപൊളി കിടിലോ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, ഈ മോഡലിൽ വരുന്നൊക്കെ ചെയ്യുക. ഇനി നോക്കുക, ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാബിന വെൻ ടു എ ബാങ്ക് ATM ടു വിഡ്രോ ₹2000. ഓക്കെ, ഷീ റിസീവ്ഡ് 50 and 100 notes only. If Sabina got 25 notes in all, how many notes of 50 and 100 did she receive? സാബിൻ എന്ത് ചെയ്തു, നമ്മൾ ATM പോയിട്ട് 2000 എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാബിനാക്ക് കിട്ടിയിട്ടുള്ള ഫുൾ എന്താ, 100ന്റെ 50 നോട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 25 നോട്ട്സ് ഉണ്ട്. എത്ര 50 റുപ്പീസ് നോട്ട് ഉണ്ട്, എത്ര 100 റുപ്പീസ് നോട്ട് ഉണ്ട് എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് നമുക്ക് എടുക്കാം, ദ നമ്പർ ഓഫ് 50 റുപ്പീസ് നോട്ട്സ് എത്ര അറിയില്ല, എക്സ് എന്ന് എടുക്കാം. അതുപോലെ നമ്പർ ഓഫ് 100 റുപ്പീസ് നോട്ട്സ് എന്തെടുക്കാം, വൈ എടുക്കാം. അങ്ങനെ ഫസ്റ്റ് നോക്കുക, ടോട്ടൽ 25 നോട്ട്സ് ആണുള്ളത്. അപ്പൊ എക്സ് 50ന്റെ നോട്ട്സും 100ന്റെ നോട്ട്സും ആഡ് ചെയ്താൽ 25 കിട്ടും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, എക്സ് പ്ലസ് വൈ ഈക്വൽ 25. ഇനി ശ്രദ്ധിക്കുക, 50 റുപ്പീസിന്റെ നോട്ട്സ് ആണ് കയ്യിലുള്ളത്. ടോട്ടൽ എമൗണ്ട് വാല്യൂ എത്ര, 2000 ആണ്. ടോട്ടൽ എത്ര, 2000. അപ്പൊ 50ന്റെ എക്സും അല്ലെ, 50ന്റെ എക്സ് നോട്ട്സ് ഉണ്ട്. അപ്പൊ 50x പ്ലസ് 100y, 100ന്റെ y നോട്ട്സ് ഉണ്ട്, അത് ആഡ് ചെയ്താൽ 2000 കിട്ടും. വേണമെങ്കിൽ ഇതിനൊന്നും നമുക്ക് 50 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ എക്സ് പ്ലസ് 2y, 200ന് എത്ര 50 40 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഫസ്റ്റത്തെ ഇക്വേഷനും സെക്കൻഡത്തെ ഇക്വേഷനും, ഫസ്റ്റത്തെ ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്താൽ എക്സ് പ്ലസ് വൈ ഈക്വൽ 25. എക്സ് എന്ന് എക്സ് മൈനസ് ചെയ്യുക, 2y മൈനസ് y ആയിരിക്കും. 40 മൈനസ് 25, 15. സോ y ഈക്വൽ ടു 15. ദെൻ നമുക്ക് നോക്കാം, y ഈക്വൽ ടു 15 എന്ന് മനസ്സിലായി. ദെൻ ഇവിടെ എന്താ അടുത്തുള്ള എക്സ് ആണ്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 25 ആണ്. എക്സ് ഈക്വൽ ടു വൈ 15 ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു 25 മൈനസ് 15 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു 10. നമുക്ക് നോക്കി നോക്കാം, 15ന്റെ 10 നോട്ട്സ്, 15ന്റെ എത്ര ₹50 നോട്ട്സ് എത്ര, 10ഉം അതുപോലെ ₹100 നോട്ട്സ് എത്രയായിരിക്കും, അത് 15ഉം ആണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 100 നോട്ട്സ് 15 എന്ന് പറഞ്ഞാൽ എത്രയായി, 1500 ആയി. 50 10 ആണ് 500, ഇത് രണ്ടും ആഡ് ചെയ്താൽ 2000 കിട്ടുന്നുണ്ട്. ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. അങ്കിത ട്രാവൽസ് 14 കിലോമീറ്റർ. ഇത് ഭയങ്കര അടിപൊളിയാണ്, A1 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, A1 ലെവൽ ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, സെക്ഷൻ ഡിയിൽ 5 മാർക്കിനൊക്കെ സാധാരണ വന്നിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യന്. ഈ അങ്കിത ട്രാവൽസ് 14 കിലോമീറ്റർ ടു ഹെർ ഹോം partly by rickshaw and partly by bus. He takes half an hour if she travels 2 kilometer by rickshaw and remaining the distance by bus. On the other hand, she travels 4 kilometer by rickshaw and remaining distance by bus. She takes 9 minutes longer. Find the speed of the rickshaw and of the bus. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ റിക്ഷ. നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് സ്പീഡ് ഓഫ് ദ റിക്ഷ, സ്പീഡ് ഓഫ് റിക്ഷ നമുക്ക് എക്സ് കിലോമീറ്റർ പെർ അവറോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. എക്സ് കിലോമീറ്റർ പെർ അവർ, അവറിൽ എഴുതാമല്ലോ. ഇനിയോ സ്പീഡ് ഓഫ് ബസ് എന്തിൽ എഴുതാം, y കിലോമീറ്റർ പെർ അവർ, y കിലോമീറ്റർ. ഇനി ഫസ്റ്റ് ഇത് പാർഷ്യലി, ഇപ്പൊ ഇയാള് അങ്കിത എന്ത് ചെയ്താണ്, പാർഷ്യലി ബസ്സിലും പാർഷ്യലി റിക്ഷയിലുമാണ്. നമുക്കറിയാം നമ്മള് കുറച്ച് അല്ലെ ആദ്യം ബസ്സിലൊക്കെ വന്നിട്ട് പിന്നെ ഓട്ടോക്കൊക്കെ പോവാറുണ്ട് ചില ആളുകളൊക്കെ. അതുപോലെ തന്നെയാണ് അങ്കിത ട്രാവൽസ് 14 കിലോമീറ്റർ ആണ് ടോട്ടൽ എത്ര 14 കിലോമീറ്റർ ആണ്. അതിൽ ഫസ്റ്റ് ഷീ ടേക്സ് ഹാഫ് ആൻ അവർ ഇഫ് ഷീ ട്രാവൽസ് 2 കിലോമീറ്റർ ബൈ റിക്ഷ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാ. അപ്പൊ ടൈം പറഞ്ഞാലോ ഡിസ്റ്റൻസ് ബൈ സ്പീഡാ. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഹാഫ് ആൻ അവർ ടൈമിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ടൈമിൽ എഴുതണം. ഹാഫ് ആൻ അവർ ആണ്. ഷീ ട്രാവൽസ് 2 കിലോമീറ്റർ ബൈ റിക്ഷ. അപ്പൊ റിക്ഷയിൽ വരികയാണെങ്കിൽ എത്ര ടൈം, റിക്ഷയിൽ വരികയാണെന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ബൈ റിക്ഷന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. പ്ലസ് റിമൈനിങ് ഡിസ്റ്റൻസ് ബൈ ബസ് 2 കിലോമീറ്റർ വന്നാൽ 14 2 മൈനസ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ടാവുക 12. അത് ബസ്സിലാ വന്നത്. അപ്പൊ നോക്കുക 2 ഇത് രണ്ടും ടൈമാണ്. കണ്ടോ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ, ഇവിടെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇത് ചെയ്തപ്പോൾ 1/2, അതായത് 1/2 ഹവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. ഇനി സെക്കൻഡത്തെ കണ്ടീഷൻ ശ്രദ്ധിക്കുക, എന്താണ്, ഇഫ് ഷീ ട്രാവൽസ് 4 കിലോമീറ്റർ ബൈ റിക്ഷ. അപ്പൊ 4 കിലോമീറ്റർ പറഞ്ഞാൽ 4/x എന്നാണ് ടൈം വരിക. റിമൈനിങ് എന്ന് പറഞ്ഞാൽ 14 ആണ് ടോട്ടൽ. അതിൽ 4 റിക്ഷയിൽ വന്ന ബാക്കി എത്ര ഉണ്ടാവുക 10/y ഈക്വൽ ടു 9 മിനിറ്റ്സ് ലോങ്ങർ എന്നാ പറഞ്ഞിട്ടുള്ളത്. 9 മിനിറ്റ്സ് ലോങ്ങർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹാഫ് ആൻ അവർ ആ, അതിലോട്ട് 9 എന്ന് പറഞ്ഞാൽ ഇപ്പൊ 30 മിനിറ്റ്സ് ആണ് അല്ലെ. അതിലോട്ട് എന്താ ഇത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോ ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് ആണ്. അപ്പൊ 9 മിനിറ്റ് ലോങ്ങർ എന്ന് പറഞ്ഞാൽ 39 മിനിറ്റ്സ്. അതിനെ ഹവറിലോട്ടാക്കാൻ സാർ എന്ത് ചെയ്തു, ബൈ 60 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ഇക്വേഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 39/60. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്താൽ നമുക്ക് എന്തായി ആൻസർ കിട്ടും. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു, 2/x plus 12/y, 2/x plus 12/y equal to 1/2. Second equation 4/x plus 10/y equal to 39/60. അപ്പൊ ഈ 2/x നമുക്ക് 4/x ആക്കാൻ ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യാം 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും ഇത് ചേഞ്ച് ആവുക, 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് 4/x ആവും പ്ലസ് 24/y ആവും ഈക്വൽ ടു 2/2 1 ആവും. അതാണ് ഫസ്റ്റത്തെ ഇക്വേഷൻ ചേഞ്ച് ആവുക. രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ തന്നെ 4/x 10/y ഈക്വൽ ടു 39/60. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റത്തിന് സെക്കൻഡത്തെ മൈനസ് ചെയ്യുക. അപ്പൊ 1 - 2 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4/xഉം 4/xഉം കട്ടാവും. 24/y മൈനസ് 10/y ഈക്വൽ ടു 1 - 39/60 എന്നറിയില്ല. ഓക്കെ അല്ലേ. ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്യാം 24 - 10/y കോമൺ ആക്കി ചെയ്യാം. 1 മൈനസ് എന്ന് പറയുമ്പോൾ 60 - 39/60 എന്ന് വരും. 24 10 മൈനസ് ചെയ്താൽ എന്താ കിട്ടുന്നുണ്ടാവുക, 24 10 മൈനസ് ചെയ്താൽ 14/y ഈക്വൽ ടു 60 - 39 140. അപ്പൊ 21/60 എന്ന് കിട്ടും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം.
ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 14 y ഇൻറ്റു 21. y ഇൻറ്റു 21 ഈക്വൽ ടു 60 ഇൻറ്റു 14. അപ്പോൾ y ഈക്വൽ ടു എന്തായിരിക്കും കിട്ടുക? 60 ഇൻറ്റു 14 ബൈ 21. കട്ട് ചെയ്താൽ നമുക്കറിയാം 7 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 ഇവിടെ 3. നമുക്ക് 16നും 3നും കട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 16നും 3നും കട്ട് ചെയ്യുമ്പോൾ 20 ഇൻറ്റു 2 എന്ന് കിട്ടും. അപ്പോൾ 40 എന്താ കിട്ടുക? അല്ലെ 16നെ 3 കൊണ്ട് കട്ട് ചെയ്താൽ 20 എന്ന് കിട്ടും. 20 ഇൻറ്റു 2 40 എന്ന് കിട്ടും. സോ y ഈക്വൽ ടു 40 എന്ന് കിട്ടി. y ഈക്വൽ ടു 40. ദെൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സാർ എന്ത് ചെയ്തു? ഫസ്റ്റത്തെ ഇക്വേഷനിൽ 2/x പ്ലസ് 12/y ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഏതാണ്? 2/x പ്ലസ് 12/y എന്ന് പറഞ്ഞാൽ 40 ആണ്, ഈക്വൽ ടു 1/2. അപ്പൊ എന്ത് ചെയ്യാണ്? ഈ 12/40 അവിടെ പോയാൽ 2/x ഈക്വൽ ടു 1/2 മൈനസ് 12/40. 12/40 നമുക്ക് ചെറുതാക്കാം. 1/2 മൈനസ് 12നെ 4 കൊണ്ട് ചെയ്താൽ 3/40 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 ആയിരിക്കും കിട്ടുക. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2/x ഈക്വൽ ടു 1 ഇൻറ്റു 10 10 മൈനസ് 6/20 എന്ന് വരും. സോ 10 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 4/20. ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും? 4ൽ 1/5 എന്ന് കിട്ടും. സോ 2/x ഈക്വൽ ടു 1/5. ഒന്ന് ക്രോസ് ചെയ്താൽ x ഈക്വൽ ടു 10 എന്ന് കിട്ടും. x ഈക്വൽ ടു 10. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മളോട് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ റിക്ഷ ആൻഡ് ഓഫ് ദ ബസ് എന്നാ പറഞ്ഞു. അപ്പൊ റിക്ഷന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? റിക്ഷയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ റിക്ഷ എക്സ് ആണ് റിക്ഷ. അപ്പൊ റിക്ഷന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ റിക്ഷ സ്പീഡ് 10 കിലോമീറ്റർ പെർ അവറും സ്പീഡ് ഓഫ് റിക്ഷ. അതുപോലെ സ്പീഡ് ഓഫ് ബസ് എന്താണ് കിട്ടുന്നത്? സ്പീഡ് ഓഫ് ബസ് എന്ന് പറഞ്ഞത് 40 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ റിയൽ ലൈഫിലെ എക്സാമ്പിൾസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടി, ബസ്സിനേക്കാൾ സ്പീഡിൽ റിക്ഷ പോവില്ല. ബസ്സൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ചും ചും എന്നൊക്കെ പറഞ്ഞാണ്ട ബസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ എക്സാമ്പിൾസ് ആയിരിക്കും അധിക ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി രസമായിട്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എ റെയിൽവേ ഹാഫ് ടിക്കറ്റ് കോസ്റ്റ് ഹാഫ് ദ ഫുൾ ഫെയർ ആൻഡ് റിസർവേഷൻ ചാർജ് ഈസ് ദ സെയിം ഓൺ ഹാഫ് ടിക്കറ്റ് as on full ticket. One reserved first class ticket from Mumbai to Delhi cost 4,150 while one full and one half reserved first class ticket cost 6,255. What is the basic first class full fare and what is the reservation charge എന്നാ പറഞ്ഞു. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, നമ്മളോട് ആദ്യം തന്നെ ചോദിച്ചതെന്ന് തന്നെ തുടങ്ങാം. വാട്ട് ഈസ് ദ ബേസിക് ഫസ്റ്റ് ക്ലാസ് ഫുൾ ഫെയർ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്ലാസ് ഫുൾ ഫെയർ എന്തെടുക്കാം? ഫസ്റ്റ് ക്ലാസ് ഫുൾ ഫെയർ എന്തെടുക്കാം? എക്സ് റുപ്പീസ് ആണെന്ന് എടുക്കാം. റുപ്പീസ് എക്സ്. അതുപോലെ റിസർവേഷൻ ചാർജ് അത് വൈ റുപ്പീസ് കൊടുക്കാം. ഇനി ഇതിന്റെ കണ്ടീഷൻസ് ഒന്ന് വായിച്ചു നോക്കണേ. കണ്ടീഷൻസ്: എ റെയിൽവേ ബൈ ഹാഫ് കോസ്റ്റ് ഹാഫ് ദ ഫുൾ ഫെയർ. അതായത് ഹാഫ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹാഫ് ടിക്കറ്റ് ഉണ്ടാവും. നമ്മൾ ചില കുട്ടികൾക്കൊക്കെ ഹാഫ് ടിക്കറ്റ് ഒക്കെ എടുക്കാറുണ്ട്. ഹാഫ് ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ ഫെയറിന്റെ പകുതി ഉണ്ടാവുക. ബട്ട് അവർക്ക് എന്തുകൂടി കൊടുക്കണം? റിസർവേഷൻ ചാർജ് കൊടുക്കണം. ഇപ്പൊ രണ്ടാള്, സാറും സാറിന്റെ ചെറിയ മോനും എന്ത് ചെയ്തിട്ടുണ്ട്? സാറിന് 3 മക്കളാണ് എനിക്ക് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എനിക്ക് ഒരുപാടില്ലേ 3 കുട്ടികൾക്കും എന്തെടുക്കണം? ചാർജ് എടുക്കണം. അങ്ങനെ ഒരുപാട് ചാർജ് വരും. അപ്പൊ ഞാനും എൻ്റെ മക്കളും എന്ത് ചെയ്യാണ്? 3 മക്കളും ഡൽഹിക്ക് പോവാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫുൾ ചാർജ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഫുൾ ചാർജ് എടുക്കേണ്ടി വരും. എൻ്റെ 3 മക്കൾക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഹാഫ് എടുത്താൽ മതി. അതായത് 50 50 50. ഓക്കെ. ബട്ട് റിസർവേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ 10 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇവന്മാർക്ക് 3 എന്ത് കൊടുക്കണം? 10 റുപ്പീസ് എല്ലാവർക്കും റിസർവേഷൻ ചാർജ് ഉണ്ട്. ബട്ട് ഫെയർ എന്ത് ചെയ്താൽ മതി? ഹാഫ് കൊടുത്താൽ മതി. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഫസ്റ്റ് ഇത് വായിച്ചാൽ അറിയുന്നുണ്ടാവും. എന്താണ്? വൺ റിസർവ്ഡ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഫ്രം മുംബൈ ടു ഡൽഹി. ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് മുംബൈ ടു ഡൽഹിയിലേക്ക് റിസർവ് ചെയ്തപ്പോ നമുക്കറിയാം ഒറ്റ ടിക്കറ്റ് ആണ് അല്ലെ, 1 ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഫുൾ
പൈസ കൊടുക്കണം, പ്ലസ് അതിന്റെ റിസർവേഷൻ ചാർജും കൂടി. അതാണ് 4150 എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് കണ്ടീഷൻ, വൈൽ 1 ഫുൾ ആൻഡ് 1 ഹാഫ്, ഒന്ന് ഫുള്ളും ഒന്ന് ഹാഫും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിസർവ്ഡ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് കോസ്റ്റ് 6255. 1 ഫുൾ എന്ന് പറഞ്ഞാല് അയാൾക്ക് എന്ത് ചെയ്യണം, ഒരു ഫുള്ളിന് എക്സും എക്സ് പ്ലസ് വൈ കൊടുക്കണം. എക്സ് പറഞ്ഞാൽ ഫുൾ ചാർജും കൊടുക്കണം, അതുപോലെ വൈ എന്ന് പറഞ്ഞാൽ റിസർവേഷൻ ചാർജും പ്ലസ് 1 ഹാഫ് അല്ലേ, അപ്പൊ ഫുൾ ഫെയറിന്റെ ഹാഫ് കൊടുത്താൽ പോരെ, എക്സിന്റെ ഹാഫ് കൊടുത്താൽ മതി. ബട്ട് അയാൾക്ക് എന്ത് കൊടുക്കണം, ആ ചെറിയ കുട്ടിക്ക് എന്ത് കൊടുക്കണം, ഹാഫ് ടിക്കറ്റ് ആണെങ്കിലും റിസർവേഷൻ ചാർജ് കൊടുക്കണം, വൈ കൊടുക്കണം. ഇത് രണ്ടും കൊടുത്തപ്പോഴാണ് 6255 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വൈ പ്ലസ് വൈ 2y ആണ്, എക്സ് പ്ലസ് എക്സ് ബൈ 2 പ്ലസ് 2y ഈക്വൽ ടു 6255. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ 2x പ്ലസ് എക്സ് 3x ബൈ 2 പ്ലസ് 2y ഈക്വൽ ടു 6255 എന്ന് കിട്ടും. ഒന്നും കൂടി അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6x ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ 4y ബൈ 2 ഈക്വൽ ടു 6255 എന്ന് കിട്ടും. ദെൻ 3x പ്ലസ് 4y ഈക്വൽ ടു 2 ഇൻറ്റു 6255. 2 ഇൻറ്റു 625 നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പുറത്ത് എന്താ 2 ഇൻറ്റു 6255 എന്ന് ചെയ്താൽ എന്താ കിട്ടുക, 6255 ഇൻറ്റു 2. അപ്പോൾ 10 1 10 1 4 5 6 12. അപ്പോൾ 12510 എന്ന് കിട്ടും. ഇക്വേഷൻ എന്താണ്, 3x പ്ലസ് 4y ഈക്വൽ ടു 12510. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4150. അപ്പൊ ഫസ്റ്റത്തെ ഇക്വേഷൻ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ കിട്ടും. 3 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. അപ്പൊ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായി, 3x പ്ലസ് 3y ഈക്വൽ ടു 4150. 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്താ കിട്ടുക, 0 15 1 3 4 12. അപ്പോൾ 12450 എന്ന് കിട്ടും. സോ ഫസ്റ്റത്തെ ഇക്വേഷൻ സെക്കൻഡ് മൈനസ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് 2 മൈനസ് 1 ചെയ്യുകയാണെങ്കിൽ 3x മൈനസ് ആയി 44y. ഇനി 14510 എന്ന് ഇത് മൈനസ് ചെയ്യുകയാണെങ്കിൽ 60 എന്ന് കിട്ടും. എന്ത് കിട്ടും, 60. അപ്പൊ y എന്താ കിട്ടുന്നത്, y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിസർവേഷൻ ചാർജ് 60 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, എക്സ് ആണ്. അപ്പൊ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. സാർ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു അതിൽ അപ്ലൈ ചെയ്യാണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4150. എക്സ് പ്ലസ് 60 ഈക്വൽ ടു 4150. ദെൻ എക്സ് ഈക്വൽ ടു എന്താ കിട്ടുക, 4150 60 മൈനസ് ചെയ്താൽ 4090. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഫുൾ ചാർജ് അല്ലെങ്കിൽ ഫുൾ ഫെയർ എത്ര വരുന്നത്, ഫുൾ ഫെയർ എന്ന് പറയുന്നത് 4050. ഇതിൽ ഇത്രയാണ് വരുന്നത്. ഇതിന്റെ റിസർവേഷൻ ചാർജ് ആണ് എന്ത് വരുന്നത്, റിസർവേഷൻ ചാർജ് ആണ് വൈ നമുക്ക് കിട്ടിയ 60 റുപ്പീസ്. ഓക്കെ, 60 റുപ്പീസ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് 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 പഠിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 35. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 35 പെൻസ് ആൻഡ് 53 പെൻസിൽസ് ടുഗെദർ കോസ്റ്റ് RS 455, while 53 pens and 37 pencils together cost 115. Find the cost of a pen and a pencil. അപ്പൊ നമുക്കറിയാം കോസ്റ്റ് ഓഫ് പെൻ എക്സ് എടുക്കാം അല്ലെ, പെൻ എക്സ് റുപ്പീസ്. അതുപോലെ കോസ്റ്റ് ഓഫ് പെൻസിൽ എന്തെടുക്കാം, വൈ റുപ്പീസ് എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ വരുന്ന ഒരു മോഡൽ നോക്കുക. 37x പ്ലസ് 53y ഈക്വൽ ടു 955. ദെൻ അടുത്തത് എന്താണ്, 53x പ്ലസ് 37y ഈക്വൽ ടു 1115 ആണ് അല്ലെ. ഇങ്ങനത്തെ ഇക്വേഷൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ ഇക്വേഷൻ, ഈ ക്വസ്റ്റ്യൻ കണ്ട ചില കുട്ടികൾക്കൊക്കെ, ഇത് ചെയ്ത് പഠിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യന് കാണുമ്പോൾ തന്നെ ഇത് അക്കു ഇക്കു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, അക്കു ഇക്കു. ഇവിടെ നോക്കി, എക്സിന്റെ കോഎഫിഷ്യന്റും ഇവിടെ വൈന്റെ കോഎഫിഷ്യന്റും സെയിം ആയിരിക്കും, ഇവിടെ വൈന്റെ കോഎഫിഷ്യന്റും എക്സിന്റെ കോഎഫിഷ്യന്റും സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിന്റെ വേരിയബിൾ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയം പോകും.
അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റത്തെ ഇക്വേഷനും സെക്കൻഡത്തെ ഇക്വേഷനും ആഡ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പൊ അതാണ് ആദ്യം ചെയ്യുന്നത്. 37x പ്ലസ് 53x അപ്പൊ 90x പ്ലസ് 90y ഈക്വൽ ടു എന്ത് കിട്ടും? 2070 എന്ന് കിട്ടും. 2070 എന്ന് കിട്ടും. സോ 90 കൊണ്ട് നമ്മളെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കിട്ടുക? 23 എന്ന് കിട്ടും. 90 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 23. ഫസ്റ്റത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ 23 എന്ന് കിട്ടി. ഇനി സെക്കൻഡത്തെ ഇക്വേഷൻ 1 മൈനസ് 2 ചെയ്യുക, അല്ലെങ്കിൽ 2 മൈനസ് 1 ഏതും ചെയ്യുക. സാർ ഇവിടെ 2 മൈനസ് 1 ചെയ്യുന്നുണ്ട്. 53 37 മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 37 53 16 എന്ന് കിട്ടും. എത്രയും കിട്ടുന്നുണ്ടാവുക? 16. 16x മൈനസ് 16y ഈക്വൽ ടു 160 എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പൊ 16 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10. സെക്കൻഡത്തെ ഇക്വേഷനും ഫോം ചെയ്തു. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10. അപ്പൊ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 23, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 23, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10. എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ എക്സ് കിട്ടും, മൈനസ് ചെയ്താൽ വൈ കിട്ടും അല്ലെ? ആഡ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് എക്സ് 2x ഈക്വൽ ടു 33. then x ഈക്വൽ ടു 33/2 ഈക്വൽ ടു 33/2 പറഞ്ഞാൽ 16.5 ആണ്. 16.5 ആണ്. ഇത് രണ്ടും മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? 2y ഈക്വൽ ടു 13. then y ഈക്വൽ ടു 13/2 6.5 ആണ്. സോ നോക്കുക, പെൻസിലിന്റെ എത്ര റേറ്റ്, പേനയ്ക്ക് എത്ര റേറ്റ് എന്നാ ചോദിച്ചിട്ടുള്ളത്. പെന്റെ റേറ്റ് എത്ര? പെന്റെ റേറ്റ് എന്ന് വരുന്നത് 16.5ഉം പെൻസിലിന്റെ റേറ്റ് വരുന്നത് 6.5 റുപ്പീസും ആണ്. 6.5 റുപ്പീസും ആണ് വരുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ അക്കു ഇക്കു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. അക്കു ഇക്കു, അക്കു അതുപോലെ ഇക്കു. ഇങ്ങനത്തെ അക്കു ഇക്കു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടി എപ്പോഴും ആഡ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെക്കുക, അതുപോലെ സബ്ട്രാക്ട് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെക്കുക. അല്ലെങ്കിൽ ഒരുപാട് സമയം 5 മിനിറ്റിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യന് പോകും. ഓക്കെ, ഇനി ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഇൻ എ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ 1 mark ഈസ് awarded ഫോർ ഈച്ച് കറക്റ്റ് ആൻസർ while 1/2 mark, half mark is deducted for every wrong answer. Jayanti answered 120 questions and got 90 marks. How many questions did she answered correctly? ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്കറിയാം എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയില്ല. ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. In a competitive examination എന്ന് പറഞ്ഞു 1 mark is awarded for each correct answer and while 1/2 marks is deducted for every wrong answer. Jayanti answered 120 questions and got 90 marks. How many questions did she answer correctly? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ റോങ് ആൻസറും റൈറ്റ് ആൻസറും വന്നിട്ടുണ്ട്. ഇതിൽ എന്ത് ചെയ്യാം? നമുക്ക് ഏതൊക്കെയാ റോങ് ആൻസർ എന്ന് അറിയില്ല. അതുകൊണ്ട് ലെറ്റ് ദ നമ്പർ ഓഫ് റൈറ്റ് ആൻസേഴ്സ് അല്ലെങ്കിൽ കറക്റ്റ് ആൻസേഴ്സ് ഈക്വൽ ടു എക്സ്. അതുപോലെ ദ നമ്പർ ഓഫ് റോങ് ആൻസേഴ്സ് ഈക്വൽ ടു വൈ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, ഈക്വൽ ടു വൈ. ഇനി നമുക്കറിയാം ഇവിടെ ടോട്ടൽ എത്ര ആൻസർ ചെയ്തിട്ടുള്ളത്? അതായത് 120 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എക്സും വൈയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 120 കിട്ടും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനിയോ സെക്കൻഡ് നമുക്കറിയാം ഇവിടെ മാർക്ക് കിട്ടിയിട്ടുള്ളത് ഷീ ഗോട്ട് 90 മാർക്സ്. സോ ഈച്ച് കറക്റ്റ് ആൻസർ 1 mark is awarded for each correct answer. 1 mark is awarded for each correct answer. So correct answer 1 ആണ് x. And 1/2 half mark is deducted for every wrong answer. അതുകൊണ്ട് നമുക്ക് y/2 ഈക്വൽ ടു 90 എന്ന് എഴുതാം. ഒന്ന് ക്രോസ് ചെയ്താൽ 2x മൈനസ് y ഈക്വൽ ടു 2 × 90 180 എന്ന് കിട്ടും. ഒന്ന് എന്ത് ചെയ്താൽ മതി? നമുക്ക് ചെയ്യാം. 2x മൈനസ് y ഈക്വൽ ടു 180, then x പ്ലസ് y ഈക്വൽ ടു 120 അല്ലെ? അപ്പൊ ഇവിടെ
എന്ത് ചെയ്യണം? നമുക്കറിയാം വൈന്റെ y എന്ന് പറഞ്ഞാൽ -y ആണ്, ഇത് +y ആണ്. സോ രണ്ടും ആഡ് ചെയ്താലാണ് ആൻസർ കിട്ടുക. അപ്പൊ 2x + x 3x ഈക്വൽ ടു -y + y എന്ന് പറഞ്ഞാൽ 0. ഇതെന്ത് കിട്ടും? 300 എന്ന് കിട്ടും. സോ x ഈക്വൽ ടു 300/3 100. ഇവിടെ x എന്ന് പറഞ്ഞത് നമുക്ക് 100 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ y എന്താ? x + y ഈക്വൽ ടു 120 ആണ്. അപ്പൊ x എന്ന് പറഞ്ഞാൽ 100 ആണ്, y എന്താ? 120 100 കുറക്കുക. അപ്പൊ എത്ര? 20. അപ്പോ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 100ഉം റോങ് ആൻസർ 20 ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? പ്രോ ലെവലിലെ ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷനിൽ ഈ മോഡലിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ബോർഡ് എക്സാമിന് വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇനി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ബോർഡ് എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? ആൽഫയുടെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.